നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു മത്സരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ UCL റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ പല ടീമുകളും 5ഉം 6ഉം ഗോളൊക്കെ അടിച്ചുകൊണ്ടാണ് വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അത്ലറ്റിക്കോ മാഡ്രിഡ് 6-0 സ്പാർട്ടക്കെതിരെ വിജയിച്ചു. മറ്റൊരു മത്സരത്തിൽ ലെവർകൂസൻ 5 ഗോളുകൾ അടിച്ചു കയറ്റിക്കൊണ്ട് വിജയിക്കുകയും ചെയ്തു. അറ്റ്ലാന്റ 6-1 യങ് ബോയ്സിനെ പരാജയപ്പെടുത്തി. അപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം സ്പോർട്ടിംഗ് നല്ലൊരു പെർഫോമൻസിലൂടെ സിറ്റിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ആവേശത്തോടെ അവർ ആർസണലിനെതിരെ കളിക്കാൻ വന്നു. പക്ഷേ ആർസണൽ അവരെ മലർത്തി അടിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം 5-1 ഒരു കിഡിലം പെർഫോമൻസ് ആണ് ആർസണൽ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. വളരെ എക്സ്പെക്ടേഷനോടെ നമ്മൾ നോക്കിയിരുന്ന PSG വേഴ്സസ് ബയൺ മത്സരം 1-0 ബയൺ വിജയിച്ചു. സെക്കൻഡ് ഹാഫിൽ ഡംബലേക്ക് ഒരു റെഡ് കാർഡൊക്കെ കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ശക്തമായിട്ട് ബയൺ സ്കോർ ചെയ്യും. പക്ഷേ വളരെ ആവറേജ് പെർഫോമൻസ് ആണ് സെക്കൻഡ് ഹാഫിലൊക്കെ ബയന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. അവർ റണ്ണേഴ്സ് ഉണ്ട്, പക്ഷെ കിട്ടിയ പല ഓപ്പർച്യൂണിറ്റീസും കൺവേർട്ട് ചെയ്യാൻ ഹാരി കെയ്നോ, മുസിയാലക്കോ അല്ലെങ്കിൽ ഗാൻബ്രിക്കോ ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ഫെയനൂർഡ് മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. സിറ്റിയുടെ ഈ ഡിഫൻസ് ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 2 മത്സരത്തിലെ പെർഫോമൻസ് സൂചിപ്പിക്കുന്നത്. ഒരുപാട് മിസ്റ്റേക്കുകൾ ഇന്ന് സിറ്റി ഡിഫൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 75-ാം മിനിറ്റിൽ ഹോമിൽ വെച്ചിട്ട് 3-0 ലീഡ് സിറ്റിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കളി അവസാനിക്കുമ്പോൾ 3-3 സമനില വഴങ്ങുന്ന ഒരു മാഞ്ചസ്റ്റർ സിറ്റിയാണ് നമ്മളിന്ന് കണ്ടത്. ഇതൊന്നും ചരിത്രത്തിൽ നടക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ 4-0 പരാജയപ്പെടുന്നു. അതിനുശേഷം ഇന്നും അവസാനത്തെ 15-20 മിനിറ്റ്സിൽ ഡിഫൻസ് എക്സ്പോസ് ആവുന്ന സിറ്റുവേഷൻ ആയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേ മേക്കിങ്ങും പൊസിഷനും ലീഡും ഒക്കെ സിറ്റിക്ക് ഉണ്ടായിരുന്നു. 1-2 ക്ലോസ് റേഞ്ചിലുള്ള ഷോട്ടുകൾ സിറ്റി മിസ്സാക്കി. ഹാലൻഡിന് ചാൻസ് ഉണ്ടായിരുന്നു, ഫോർഡിന് ചാൻസ് ഉണ്ടായിരുന്നു. അതൊന്നും കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. എന്നാൽ ഹാലൻഡിന്റെ ഒരു പെനാൽറ്റിയോടെ ഇതിന്റെ ലീഡിലേക്ക് ഫസ്റ്റ് ഹാഫിൽ സിറ്റി എത്തി. ഇവിടെ മത്തായിസ് ന്യൂനസിന്റെ പെർഫോമൻസ് എടുത്തു പറയണം. പുള്ളി മിഡ്ഫീൽഡിലൂടെയും റൈറ്റ് വിങ്ങിലൂടെയും കിഡിലും 1-2 പാസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ 2 ഗോളുകൾ കൂടി സിറ്റി അടിച്ചു. ഇവിടെ ന്യൂനസിന്റെ റൈറ്റ് വിങ്ങിലൂടെയുള്ള കൃത്യമായിട്ടുള്ള റണ്ണും ആ ഗുണ്ടുവന്റെ പാസും അതിനുശേഷം സ്കോറായിട്ട് ഒരു പന്ത് ബോക്സിലേക്ക് ഇടുന്നു. ഒരു ടാപ്പിൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഹാലൻഡ് കൃത്യമായിട്ട് അത് കൺവേർട്ട് ചെയ്തു. അങ്ങനെ 2-0 ലീഡിലേക്ക് എത്തുന്നു. അധികം വൈകാതെ ഗുണ്ടുവന്റെ ബോക്സിന് പുറത്തു നിന്നുള്ള ഒരു ഷോട്ട് വരുന്നു. ചെറിയൊരു ഡിഫ്ലക്ഷനോടെ അതും ബോക്സിലേക്ക് എത്തി. അങ്ങനെ 3-0 കൃത്യമായിട്ടുള്ള ലീഡിലേക്ക് സിറ്റി വരികയാണ്. ഈ സമയത്ത് നമ്മൾ സാധാരണ കാണാറുള്ളത് സിറ്റി ലീഡ് 5-ലേക്കോ 6-ലേക്കോ കൊണ്ടുപോകും. അവസാനം പിള്ളേരൊക്കെ ഇറക്കി കളിപ്പിക്കുന്ന പല കളികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് പണി പാളി എന്ന് പറയേണ്ടി വരും. കാരണം 70-ാം മിനിറ്റ് വരെ കംഫർട്ടബിൾ ആയിട്ട് സിറ്റി മുമ്പോട്ട് പോയി. അപ്പോൾ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഫെയനൂർഡിന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അതിനുശേഷമുള്ള ഡിഫൻസീവ് മിസ്റ്റേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, യാതൊരു പ്രഷറും ഇല്ലാതെ ബാക്ക് ഹെഡർ കൊടുക്കുന്നു. ഈ ബാക്ക് ഹെഡർ ഡയറക്റ്റ് ആയിട്ട് ഫെയനൂർഡിന്റെ പ്ലേയേഴ്സിന്റെ കാലിലേക്കാണ് പോകുന്നത്. ഇവിടെ ഹാജ് മൂസ ആ ഒരു പാസ് എടുക്കുന്നു, ബോക്സിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ തിരിച്ചു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരു പെട്ടിയിലാക്കിയിട്ട് ഫെയനൂർഡിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. 3-1 അതിനുശേഷം മറ്റൊരു മിസ്റ്റേക്ക് വരുന്നു. ഇവിടെ ഒരു ലോങ് ബോൾ റൈറ്റ് വിങ്ങിലേക്ക് പാസ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ എഡേഴ്സന്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ ഒരു ഷോട്ട് പുള്ളിയുടെ കാലിനും ബോക്സിന്റെ ബാറിനും ഇടയിലൂടെ അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നതായിരുന്നു. പക്ഷേ പുള്ളി ആ ഷോട്ട് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ആ ബോള് ബോക്സിലേക്ക് എത്തി. ഒരു ടാപ്പിൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ജിംനേസ് അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 3-2 ഫെയനൂർഡ് കളിയിലേക്ക് തിരിച്ചു വരികയാണ്. ഈ സമയത്ത് പെപ്പിന്റെ ഒക്കെ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഡിഫൻസിൽ കാണിക്കുന്നതെന്ന് പുള്ളിക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഈ 3-2 എന്നുള്ള സ്കോറിൽ സിറ്റി പിടിച്ചു നിൽക്കും. പക്ഷേ അധികം വൈകാതെ എഡേഴ്സന്റെ സൈഡിൽ നിന്ന് മറ്റൊരു മിസ്റ്റേക്ക് വന്നു. ഇവിടെ എടുത്തു പറയേണ്ടത് പുള്ളി ക്ലിയർ ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് പോയിട്ടുള്ള പന്താണ്. പക്ഷേ പുള്ളിക്ക് അത് കിട്ടിയില്ല. ഹെഡറിലൂടെ ഫെയനൂർഡിന്റെ പ്ലെയർ ബോളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. വളരെ അൺസെൽഫിഷ് ആയിട്ട് പുള്ളി ആ പന്ത് ബോക്സിലേക്ക് ഇടുകയാണ്. ഡേവിഡ് ഹാൻകോ ലെഫ്റ്റ് വിങ്ങിൽ ബോളിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ റീക്കോ ലൂയിസിന്റെ പൊസിഷനിങ് ഒക്കെ എടുത്തു പറയണം. പുള്ളി ലാസ്റ്റ് മാനെ കാണുന്നില്ല. ഒരു 1-3 എന്നുള്ള സിറ്റുവേഷൻ ആണ്. 3-3 ഫെയനൂർഡ് കളിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു.
ഈ ഒരു ഡിഫൻസുമായിട്ട് ലിവർപൂളിനെതിരെ പോയാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും പറഞ്ഞാൽ സിറ്റി എക്സ്പോസ് ആയിട്ടുള്ള അവസാനത്തെ 20 മിനിറ്റാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ മത്സരത്തിലും ഇതേമാതിരി മിസ്റ്റേക്കുകൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗ്വാർഡിയോളിന്റെ ഒക്കെ പെർഫോമൻസ് ഇന്ന് മഹാമോശമായിരുന്നു. അകാഞ്ചി മോശമായിരുന്നു. റിക്കോ ലൂയിസ് ഒരു ഡിഫൻഡർ ആണോ എന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങനെ എക്സ്പോസ് ആയി പോയിട്ടുള്ള സിറ്റുവേഷൻ സിറ്റി സൈഡിൽ നിന്നുണ്ട്. എന്തായാലും റൂബൻ ഡിയാസ് ഇഞ്ചുറി കാരണം പുറത്താണ്. ഈ ഡിഫൻസിനെ പ്രോപ്പറായിട്ട് റീബിൽഡ് ചെയ്യാതെ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചിലപ്പോൾ ജനുവരി വിൻഡോയിൽ പെപ്പ് ശക്തമായിട്ട് ഇറങ്ങി ഒരു ഡിഫൻഡറൊക്കെ സൈൻ ചെയ്യാനുള്ള ചാൻസ് ഇപ്പൊ കാണുന്നുണ്ട്. എന്തായാലും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഹോമിൽ വെച്ചിട്ട് മറ്റൊരു തിരിച്ചടിയാണിതെന്ന് പറയേണ്ടി വരും. കാരണം ഈസി ആയിട്ട് ജയിക്കേണ്ട കളിയാണ് അവസാനം 3-3 സമനിലയിലേക്ക് പോയത്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.